സ്പീച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതായത് സ്പീച്ച് ഡിലേ വരാം, അതല്ലെങ്കിൽ എക്കോലാലിയ എന്ന് പറയും. നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു, എന്താ മോന്റെ പേര് എന്ന് ചോദിച്ചാൽ കുട്ടി അത് തന്നെ തിരിച്ചു പറയും, എന്താ മോന്റെ പേര്. സോ അതായത് ആ കുട്ടിക്ക് ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ പറയാനായിട്ട് പറ്റത്തില്ല. സോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഓട്ടിസം ആണോ എന്ന് സംശയിക്കാം, ഉറപ്പില്ല. നമുക്കൊരു ഡോക്ടറെ കാണിക്കാം, നമുക്കൊരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെ കാണിക്കാം. കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം പലപ്പോഴും പാരന്റ്സ്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, അതൊരു വീഡിയോയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതായിരുന്നു കേട്ടോ. ആ കുട്ടീനെ 2 വർഷമായിട്ട് സ്വന്തം പേര് പറയാൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും കുട്ടി നേരെ പറയുന്നില്ല. അപ്പൊ അമ്മ പറയുന്നത്, പേരെന്താ മോളെ എന്ന് ചോദിച്ചാൽ കുട്ടി പറയില്ല, അവളുടെ പേര് ഞാൻ പറഞ്ഞാലേ കുട്ടി തിരിച്ചു പറയുള്ളൂ. സോ വിച്ച് മീൻസ് ആ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു മെസ്സേജ് റിസീവ് ചെയ്ത് അതിന് ആൻസർ പറയുക എന്നുള്ളത് ഒരു പ്രോസസ് അല്ലേ, നമ്മളൊരു ചോദ്യം കേട്ട് അപ്പൊ അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ ആ ചോദ്യം എന്താണോ, മോളുടെ പേരെന്താന്ന് ചോദിച്ചാൽ കുട്ടി അത് തന്നെ തിരിച്ചു പറയും. അപ്പൊ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞാൽ അത് തന്നെ തിരിച്ചു പറയും. അതിനെയാണ് നമ്മൾ എക്കോലാലിയ എന്ന് പറയാം. അപ്പൊ ഇതൊരു മെയിൻ ഒരു എന്താ പറയാ ഒരു സിംറ്റം ആയിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം.